നമസ്കാരം, ഞാൻ മൃണാൾ. എന്താ ഒരു തക്കാളി അതിന്റെ മുകളിൽ ലേശം ചിക്കനുണ്ട്. അവർ തെറ്റല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഈ തക്കാളിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്, ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് ബീഫുണ്ട്. നാരങ്ങ വെറുതെ വെച്ചത്, കാര്യമൊന്നുമില്ല. ചമ്മന്തി ചെറുതിലും വലുതിലും, സാമ്പാർ, തക്കാളി ചട്നി ആയിരിക്കണം. പിന്നെ നല്ല അസല ദോശ. എന്തായാലേ പൊറോട്ടയ്ക്കും ബീഫിനും എതിരെ ഭയങ്കര ഒരു ഗൂഢാലോചനയൊക്കെ. ഞാനതിൽ ഒരു സാധനം മതി, പൊറോട്ട. ഇത് ദോശ, ബീഫ് ഫ്രൈ നോക്കാമല്ലോ. എന്താ ഈ ഗൂഢാലോചനക്കാർ പറയുന്നത് നമുക്ക് അറിയണ്ടേ. അമ്മായി ബീഫ്. ദോശ ഓക്കെയാണ്, പക്ഷെ പൊറോട്ട ആയിരുന്നു കണ്ടല്ലോ. ദോശ നല്ല തള്ളീര് ദോശയാണ്, പാവമാണ്. വിത്ത് ചമ്മന്തി. ചമ്മന്തിക്ക് ആവശ്യത്തിന് അതിൻ്റെ പൊടിയുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ. എന്താ ദോശ അല്ലേ. മാറി ഇങ്ങ് മുരിങ്ങാക്കോലിൻ്റെ അറ്റേ. മുഴുവൻ മുരിങ്ങാക്കോലിനെ നമ്മൾ പേടിച്ചിട്ടില്ല, പിന്നെയാണ് മുരിങ്ങാക്കോലിൻ്റെ അറ്റത്തിന്. ഇക്കിടിത സാമ്പാർ ഒരു ചെറിയ എരിവുണ്ട്, ഒരു ചെറിയ മധുരമുണ്ട്. ഒക്കെ പറഞ്ഞ സ്പൈസസ് ഒക്കെ കറക്റ്റാണ്. തക്കാളി ചട്നി കൊള്ളാം. ചട്നിയുടെയോ ബീഫിൻ്റെയോ ആവശ്യമില്ല. എനിക്ക് ദോശ സെറ്റ് മേടിച്ചാൽ ഇത് മൊത്തം കിട്ടുന്നു. ഇതിൻ്റെ കാശ് നോക്കണം. ഇനി നമ്മുടെ അടുത്തുള്ളത് ചിക്കനാണ്, വിത്ത് തക്കാളി. നല്ല മസാല, എരിവുണ്ട്. ഈ ചിക്കൻ ടേസ്റ്റ് ചെയ്യണം. മസാലയുടെ ഇത് അതിപ്രസരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ദോശയും സാമ്പാറും ചട്നി അത് മതി. സെക്കൻഡ് തോട്ട്സ്, ചട്നി വേണമെന്നില്ല. ദോശ, സാമ്പാർ, തക്കാളി ചട്നി. വേണ്ട, തക്കാളി മതി. ഈ ദോശ, ഈ സാമ്പാർ, ഇതേ ദോശ, ഈ തക്കാളി ചട്നി അത് മാത്രം മതി. ഒരൊന്നും ഓർഡർ ചെയ്യണ്ട. ഇറ്റ്സ് ടു ഗുഡ്. അമ്മാതിരി സാമ്പാർ ഇട്ടാൽ ചെറിയ മധുരം, ചെറിയ പുളി. ഇവിടെ ദോശയുടെ തിക്നെസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 5-8 ദോശയൊക്കെ വേണ്ടി വരും. ഒരു സാധാരണ മനുഷ്യന് 2-3 ദോശ മതി. പക്ഷേ ഫുഡിക്ക് 5 മേ ബി 8 ദോശ വേണ്ടി വരും. വൈറ്റ് ചട്നി മൈൻഡ് ചെയ്യണം, വിട്ടേക്ക്. ഒരു സാധനം ചിക്കനും ബീഫും എന്തായാലും പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വാങ്ങിച്ചിട്ട് സെറ്റപ്പ് ആക്കാമെന്നില്ല.